ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ താരസംഘടന അമ്മ വീണ്ടും എയറിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രത്തിലേക്ക് ചേക്കേറിയ ഫീല് കിട്ടിയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ. പണ്ട് 18ാമത്തെ വയസ്സിൽ ഏതോ ഒരു സംഖ്യയെ പ്രണയിച്ചിട്ട് അതിനകത്തോട്ട് എടുത്ത് ചാടി പിന്നീട് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചെറിയ ചെറിയ റോളൊക്കെ ചെയ്ത് അത്യാവശ്യം സിനിമയിലൊക്കെ ഒന്ന് തല കാണിച്ച് അങ്ങനെ ഞാനെന്തോ വലിയ സംഭവമാണ് വിചാരിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് ഒരു കൊണയടിച്ചായിരുന്നു. ജനിച്ച മതത്തെ തള്ളി പറഞ്ഞിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട സാധനം ഒരു പഴയ വസ്ത്രത്തിൽ നിന്ന് മാറ്റി ഒരു പുതിയ വസ്ത്രത്തിലേക്ക് കയറുമ്പോൾ പിന്നെയും ഒരു പുതിയ വസ്ത്രം കാണുമ്പോഴത്തേക്ക് അതിനകത്തേക്കും ചാടത്തില്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ? ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അൻസിബയുമായി ഇപ്പം സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. അൻസിബ നമ്മുടെ ടിനി ടോമിനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം ഇവനെക്കാട്ടി എത്രയോ വലിയ വലിയ ആക്ടർമാർ ഈ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ മരണപ്പെട്ടു പോയിട്ടുള്ള പ്രേം നസീറിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് ഇട്ടതിന്റെ പേരിൽ ഇവൻ കുറച്ച് നാൾ എയറിലായിരുന്നു. പിന്നെ ഇപ്പൊ താഴെ ഇറങ്ങി വീണ്ടും ഇവന് എയറിലോട്ട് കയറിയിരിക്കുകയാണ്. അൻസിബയെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള ഒരു കമന്റ് ഇവൻ ആ സംഘടനയുടെ എക്സിക്യൂട്ടീവിലുള്ള ഒരു മെമ്പറാണ് അൻസിബ. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ മറ്റേ പുതിയ വസ്ത്രം ഫീൽ കിട്ടിയിട്ടുള്ള സാധനം അതിൻ്റെ ഏതോ ഒരു കൊണാണ്ടറാണ്. അമ്മ സംഘടനയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നതിന് വേണ്ടി അതിലേക്ക് പണം കൊടുക്കാൻ വേണ്ടി ഒരുപാട് സംഘടനകൾ അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ്സുകാരൊക്കെ രംഗത്തേക്ക് വരും. കാരണം വലിയ സെലിബ്രിറ്റികളുടെ ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അതിന് അത്രത്തോളം റീച്ച് കിട്ടുമല്ലോ. മതപരമായി നിൽക്കുന്ന ഒരാൾക്കും അമ്മ സംഘടനയെ സ്പോൺസർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പറഞ്ഞതിന്റെ പേരിൽ അൻസിബയെ ഒറ്റ തിരിഞ്ഞുകൊണ്ട് ഇവരെല്ലാം കൂടെ ആക്രമിക്കുകയാണ് എന്നാണ് ഇപ്പൊ അൻസിബ പറയുന്നത്. സുഹൃത്തുക്കളോട് അതുമായി ബന്ധപ്പെട്ട് അൻസിബ പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് നമ്മുടെ പുതിയ വസ്ത്രത്തിൽ കയറിയ ചേച്ചിയുടെ ആ ഡയലോഗും കൂടെ ഒന്ന് കേട്ടു നോക്കാം. പരാതിക്കാരി എനിക്കെതിരെ പരാതി നൽകിയ ആളുടെ ഭർത്താവിനെതിരെ FIR ഇട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി വേണം. അത് മറ്റൊരു വ്യക്തിയുടെ കാര്യമായതുകൊണ്ട് തരാൻ പറ്റൂല. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗൂഢാലോചന നടന്ന് എനിക്കെതിരെ നടന്ന് ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞ് വളച്ചൊടിച്ച് എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്ത് 3 മണിക്കൂർ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഹരാസ് ചെയ്യപ്പെട്ടു. ലിറ്ററലി അതിന്റെ ഗൂഢാലോചന നടത്താൻ മാത്രം വലിയ ആളാണോ ഞാൻ? ഇതാണ് എല്ലാ സ്ഥലത്തെയും പ്രശ്നം. നമ്മുടെ കുടുംബസംഗമത്തിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസ്ഥാപനത്തിനും കൊടുക്കരുത് എന്ന് പറഞ്ഞ ആ സമയം തൊട്ട് ഞാൻ വർഗീയവാദിയാണ്. ആ സമയം തൊട്ട് അത് ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ ഒരാഴ്ചക്കകത്താണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ വ്യാജ പരാതി പോയത്. ഇത്രയൊക്കെ നടക്കുമ്പോൾ ഗൂഢാലോചന ഏത് ഭാഗത്തുനിന്നാണ് വന്നത് എന്ന് തിരിച്ചും ചിന്തിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ പേരില് ഇനി ഞാൻ ഫ്യൂച്ചറിൽ എന്തൊക്കെ അനുഭവിക്കാൻ പോകണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയാം. അൻസിബയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകളും കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് ഏറ്റവും ആദ്യം ചൂണ്ടിക്കാണിച്ചിരുന്ന വ്യക്തികളിൽ ഒരു വ്യക്തി അൻസിബയുമാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, അൻസിബ വളരെ കേപ്പബിൾ ആയിട്ടുള്ള, വളരെ കാലിബർ ഉള്ള, വളരെ മിടുമിടുക്കിയായ ഒരു പെൺകുട്ടി തന്നെയാണ്. അൻസിബ സത്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഈ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ജെൻഡറിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. അത് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഡിസംബർ 10-ാം തീയതി എൻ്റെ ഫോണിലേക്ക് ശ്രീമതി അൻസിബ ഹസൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഞാനിവിടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഫോൺ എന്ന് പറയുന്നത് നമ്പർ ലോക്കുകളോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലോക്കുകളോ ഉള്ളതല്ല. എനി ടൈം എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ മകൾക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർക്കോ ആക്സസ് ചെയ്യാൻ പാകത്തിൽ ഓപ്പൺ ആയിട്ടാണ് എൻ്റെ ഫോൺ എപ്പോഴും വെച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഡിസംബർ 10-ാം തീയതി രാത്രിയിൽ അൻസിബ ഹസൻ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന് മറുപടിയായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അൻസിബ എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ച് ഞാൻ ആ കുട്ടിയെ വിളിക്കുമ്പോൾ ഐ വിൽ കോൾ യു ലേറ്റർ ചേച്ചി, ഐ ആം ഇൻ എ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് രാത്രി 11 മണിക്ക് എൻ്റെ അടുത്ത് അൻസിബ ഹസൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അതിനുശേഷം പല ആവർത്തി ഞാൻ ഈ മോളെ പല പ്രാവശ്യം വിളിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അൻസിബയെ ഞാൻ എൻ്റെ ഒരു അനിയത്തിയെക്കാട്ടിലും വാത്സല്യത്തോട് കൂടിയിട്ടാണ് ഇപ്പോഴും എനിക്ക് ആ മോളുടെ അടുത്ത് ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യമോ മറ്റേതെങ്കിലും
എന്തെങ്കിലും തരത്തിലുള്ള പരാതിയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമോ ഒന്നും എനിക്ക് ആ കുട്ടിയോട് ഇല്ല. എൻ്റെ മകൾക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. ഏജ് കൊണ്ട് അൻസിബ എൻ്റെ മകളാകാനുള്ള ഒരു പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും അൻസിബയും ഞാനും തമ്മിൽ ആ ഒരു എന്താ പറയാ, അൻസിബയുടെ അമ്മയെ പോലെ അൻസിബയെ കൺസിഡർ ചെയ്യുന്ന, സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അപ്പോൾ പല ആവർത്തി എപ്പോഴും എൻ്റെ വീട്ടിൽ വരാറുള്ള കുട്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകാറുണ്ട്. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അൻസിബ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പല ആവർത്തി അൻസിബയുടെ അടുത്ത് പറഞ്ഞു, അൻസിബ ഇതെന്താണ് ഈ മെസ്സേജ് അയക്കാനുള്ള ഒരു റീസൺ എന്ന് എൻ്റെ അടുത്ത് പറയണം എന്ന് ഞാൻ പല ആവർത്തി ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് ഈ മെസ്സേജ് ഇത് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക് ആവുകയും അതിനെ തുടർന്ന്, ഒരു കുടുംബമല്ലേ, കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എൻ്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ അൻസിബയോട്, ശ്രീനിയേട്ടൻ മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എൻ്റെ വീട്ടിലേക്ക് വരണം, മോള് ജയശേട്ടനെ കണ്ട് ഇത് സംസാരിക്കണം, ഇല്ലെങ്കിൽ അൻസിബ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഫോണിലെങ്കിലും ഈ വിഷയം സംസാരിക്കണം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പിന്നീട് യാതൊരു വിധത്തിലും എൻ്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എൻ്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. യാതൊരു നിവൃത്തിയുമില്ലാതെ എൻ്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മളുടെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോടു കൂടിയിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ, അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടിയോ? ഈ അൻസിബ പലരെയും മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്ന എന്തോ ഒരു പരാതിയാണ് നമ്മുടെ ഈ ടിനി ടോം എന്ന് പറയുന്ന ലവൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അൻസിബ പൊട്ടിത്തെറിച്ചതും അൻസിബ മീഡിയാസിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചതും. പിന്നെ ചേച്ചിയെക്കുറിച്ച് നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമല്ലോ. സ്ത്രീ സമൂഹത്തോടും സ്ത്രീകളോടൊക്കെ, പ്രത്യേകിച്ച് സഹപ്രവർത്തകയായിട്ടുള്ള സ്ത്രീകളോടൊക്കെ എന്ത് മാന്യമായ രീതിയിൽ, എന്ത് സ്നേഹത്തിൽ കരുതലോടുകൂടിയാണെന്നറിയാം ചേച്ചി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നീനാക്കുറുപ്പിനെ വിളിച്ച് നീ മുടിഞ്ഞു പോകോടി, നീ ഈ ഭൂമിയിൽ അങ്ങനെ ആയി പോകോടി എന്ന് കുത്തിയിരുന്ന് പിരാഗിയിട്ടുള്ള അമ്മച്ചിയാണ് ഇപ്പോൾ വന്നിരുന്നുകൊണ്ട് അൻസിബ മോളെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ സ്ത്രീ സമൂഹങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ വേണം ഇതിനൊക്കെ മറുപടി പറയേണ്ടത് കേട്ടോ. കാരണം ഈ സിനിമ അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റികളുടെ ഈ ഒരു സംഘടന, ഇപ്പം ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ ശ്വേതാ മേനോനാണല്ലോ അല്ലേ, അതിൻ്റെ താഴെയാണല്ലോ ഇവരെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം എന്തായാലും ഈ സംഘടനയിലേക്ക് അമിതമായിട്ടുള്ള കാശ് വരികയും ഇവർ വഴിവിട്ടുള്ള ചെലവുകൾ നടത്തുന്നതിൻ്റെ പേരിൽ ഈ അൻസിബ പല പ്രാവശ്യം അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ, ഇതിനെക്കാട്ടിലും ജൂനിയർ ആയിട്ടുള്ള അൻസിബയെ പോലുള്ള, അതും ഒരു സ്ത്രീ ആയിട്ടുള്ള നടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലക്കരം പിടിച്ച ചേച്ചിമാരും ചേട്ടന്മാർക്കൊക്കെ സൂഹിക്കത്തില്ല. അപ്പോൾ അതിനുള്ള ഒരു നൈസ് പണിയായിട്ടാണ് ചേച്ചി എല്ലാം കൂടെ വന്നത്. എന്താണെങ്കിലും ഞാൻ ഈ ചേച്ചിയുടെ വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ചേച്ചി അത്രയ്ക്ക് പെർഫെക്റ്റ് ആണല്ലോ. കുടുംബ ജീവിതത്തോട് ഇത്രയും എന്താ പറയുക ആത്മാർത്ഥത കാണിക്കുന്ന, സ്ത്രീ സമൂഹങ്ങളോട് ഇത്ര ആത്മാർത്ഥത കാണിക്കുന്ന ഇതര സമുദായക്കാരോടൊക്കെ ഏത് രീതിയിലാണ് ചേച്ചിയുടെ ഒരു കരുതൽ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയാലോ. ജനിച്ച മതത്തെ തള്ളിപ്പറഞ്ഞ് മറ്റൊരു മതത്തിൽ പോയിട്ട് അതിൻ്റെ ഗുണങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇനിയൊരു മതത്തിലേക്ക് പോയിട്ട് ഇതിനെ തള്ളിപ്പറയത്തില്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തള്ളിപ്പറയത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. ചേച്ചി ആള് പുലിയാണ് കേട്ടോ, ചേച്ചി പൊള്ളിയാണ്. അപ്പം ചേച്ചിക്കുള്ള മറുപടി നിങ്ങൾ കൊടുക്കുമല്ലോ അല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.